ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അതെ, വീണ്ടും ഞാനൊരു ഹ്യൂജ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഒരു 4-5 ദിവസത്തെ ട്രിവാൻഡ്രം കണ്ണൂർ ഏഷ്യാനെറ്റിൻ്റെ പുതിയ സീരിയൽ ലോഞ്ചിൻ്റെ പ്രോഗ്രാമും പ്രാക്ടീസും ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ ഇത്രയും പ്രൊഡക്റ്റ് കണ്ടപ്പോൾ എന്തായാലും ഒറ്റയടിക്ക് തന്നെ ഒരു 6 മണി 6:30 ആയിട്ടുണ്ടാവും കേട്ടോ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശംഭൂനാണെച്ചെങ്കിൽ വന്നിട്ട് കണ്ട് കൊതി തീർന്നില്ല, അപ്പോൾ എനിക്കും കൊതി തീർന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ വന്ന് സ്നേഹം കാണിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞ് വെച്ചെങ്കിൽ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു സംഭവം. അതായത് എന്തോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നൈസായിട്ട് കോള് വന്നോ സംഭവം ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതോടെ റെക്കോർഡിംഗ് സ്റ്റോപ്പായി. അപ്പോൾ ഈ അൺബോക്സ് ചെയ്തത് ഫുള്ളും വേസ്റ്റായി പോയി ഗൈസ്. അപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് വീഡിയോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് അതിൻ്റെ ബാക്കിയുള്ള അൺബോക്സിങ് ചെയ്തത്. അപ്പോൾ ഞാനിത് മീഷോന്ന് വാങ്ങിച്ച ഷർട്ടാണ് കേട്ടോ. അച്ഛനൊരു ഖാദി ടൈപ്പ്, ഖാദി എന്നാണല്ലോ, ഖാദി കതറോ, ആ ഒരു ടൈപ്പാണ്. ഒരു ബ്ലൂവും ഒരു മെറൂണും ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് എന്ത് സാധനം കിട്ടി കഴിഞ്ഞാലും ഫസ്റ്റ് സ്മെല്ല് ചെയ്യും കേട്ടോ. ഡ്രസ്സൊക്കെ ഞാൻ നന്നായിട്ട് സ്മെല്ല് ചെയ്ത് നോക്കും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ മെറൂണും ഒരു ബ്ലൂ ആണ്. ഒരു ഷർട്ടിന് 250 റുപ്പീസാണ് കേട്ടോ വരുന്നത്. കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട്, പക്ഷെ നിറയ്ക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. ദെൻ സെക്കൻഡ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അയ്യോ സോറി പറയാൻ മറന്നുപോയി, ഞാൻ വീണ്ടും ഇതേ ഡ്രസ്സൊക്കെ മാറി. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, കാരണം ബാക്കിയുള്ള അത്രയും വീഡിയോസ് വേസ്റ്റായിപ്പോയി. ഞാൻ ചുമ്മാ കഷ്ടപ്പെട്ട് അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാനൊരു 12 വൈറ്റ് പോട്ട്സ് ആണ്, അതായത് ചെടിച്ചട്ടിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട് ഇതേ ബാക്കിലൊക്കെ കണ്ടില്ലേ, റൂമൊക്കെ ഭയങ്കര ഡെക്കറേഷൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ 12 പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എണ്ണി നോക്കുക കേട്ടോ എത്ര ഉണ്ടെന്ന്. അപ്പോൾ അതിൽ 9 കുറവുണ്ട്. ബിക്കോസ് വേറെ ഒന്നുമല്ല, ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ കപ്പ് കാണുന്നില്ല. അതിന് പകരം ഞാൻ രാത്രി കുളിക്കാൻ സമയത്ത് ഇതൊരെടുത്ത് കപ്പായിട്ട് യൂസ് ചെയ്തു. ഇത് പിന്നെ കോസി കെയറിൻ്റെ ഒരു സ്കിൻ കെയർ, അതായത് സ്കിൻ വൈറ്റനിങ് സോപ്പാണ്. ഇത് വേറെ ഒന്നുമല്ല, ടാനിന് ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാനതിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. കോസി കെയറിൻ്റെ 3 സോപ്സാണ് വരുന്നത്. 250 ഗ്രാമാണ്. കണ്ടോ ടാൻ, കൈൻ്റെ മുകളിൽ ടാൻ ഞാൻ കാണിക്കുകയാണ്, മസാലൊന്നുമല്ല കാണിക്കുന്നത്. അപ്പോൾ അത് 300 രൂപയ്ക്ക് 250 ഗ്രാം 3 സോപ്പാണ്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാനത് വീണ്ടും വാങ്ങിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് 8 ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് കുഞ്ഞു കുഞ്ഞു മിനി പോട്ട്സിൽ കുറച്ച് പ്ലാന്റ്സ് ആണ്. എനിക്ക് ഗ്രീൻ പ്ലാന്റ്സ് ആണ്, വേറെ കളർഫുൾ ആയിട്ടുള്ള ഗ്രീനും ബ്ലൂവും റെഡും അങ്ങനെ ഓറഞ്ചൊക്കെ കളറായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഗ്രീനാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഹാളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ച് വാങ്ങിച്ചതാണ്. 8 ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള, ഫ്ലിപ്കാർട്ടാണോ ആമസോണാണോ എന്നറിയില്ല, ഫ്ലിപ്കാർട്ടിനെ തോന്നുന്നു കേട്ടോ. അതിന് വാങ്ങിച്ചിട്ടുള്ള മുല്ലപ്പൂവാണ്. ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവാണ്. ഇതൊരു പേപ്പർ ടൈപ്പാണ് കേട്ടോ, വേറെ പ്ലാസ്റ്റിക് ടൈപ്പ് ഉണ്ട്, പക്ഷേ ഒരു പേപ്പർ ടൈപ്പാണ്, അത്യാവശ്യം കൊള്ളാം. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ചെരുപ്പാണ്. അത്യാവശ്യം നല്ല 200 രൂപയ്ക്ക് താഴെയുള്ള സ്ലൈഡറാണ്, സ്ലിപ്പേഴ്സാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, ഓക്കെയാണ്. ഇപ്രാവശ്യം വാങ്ങിച്ചത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. വീണ്ടും ഞാൻ വാങ്ങിച്ച ഒരു സാധനം റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇപ്രാവശ്യം വ്യത്യാസമുണ്ട്, ആ ഒരു ഷേപ്പിന് വ്യത്യാസമുണ്ട്. ഒരു ഫ്രെയിം അല്ല, ഒരു സ്റ്റാൻഡ് പോലെ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇതേ ബാക്കിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആ സംഭവം നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു സ്ക്വയർ, ആ ഒരു ടൈപ്പ് കണ്ടോ അവിടെ ആ ചെടി വെച്ചിരിക്കുന്നത്, ആ ഒരു സംഭവം ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ആണിയിൽ എന്തെങ്കിലും കോർത്ത് വെച്ച് നമുക്ക് ചുമരിൻ്റെ മുകളിലൊക്കെ തൂക്കി ഈ ചെടിയൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. നല്ല ക്യൂട്ടായിട്ടില്ലേ? കാരണം ഇത് ഞാൻ ഓൾറെഡി വാങ്ങിച്ചതാണ് കേട്ടോ. വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇനി ഹാളിലും കൂടി ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇതും ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു സാധനമാണ്. അതായത് ഇത് വാൾ നെയിൽ എന്ന് പറയും, അതായത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന ആണി പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അതേപോലെയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ സംഭവം ഹാങ് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതിൻ്റെ ഗ്ലൂ ഉണ്ട്. ഇതെന്ന് പറയുന്നത് വീണ്ടും ഞാൻ വാങ്ങിച്ച സാധനമാണ്. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു വാൾ കൊളാഷ്, ആ സംഭവം കണ്ടില്ലേ, ആ ഒരു സ്റ്റിക്കേഴ്സ് പോലത്തെ. അപ്പോൾ ഇത് ഞാൻ വേറെ എവിടെയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനതങ്ങ് വാങ്ങിക്കും രണ്ടാമത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെയാണ്. അപ്പോൾ ഇത്രയും കുറേ 56 എണ്ണം എങ്ങാണ്ട്. അപ്പോൾ അത് ഇത്രയും സംഭവങ്ങളാണ് അതിൻ്റെ ഡിസൈൻസ് സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം വന്നിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇരാസ് അറ്റയർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. കുഴപ്പമില്ല, മീഡിയം സൈസാണ് അയച്ചെങ്കിൽ അത്യാവശ്യം എനിക്ക് ഓക്കെയാണ്. കുറച്ച് ആൾട്രേഷൻ ചെയ്യാണ്ട്, കഴുത്തൊന്നും ശരിയാക്കാണ്ട്. ഷോൾ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ, പാൻറ് ഇല്ല. അപ്പോൾ ഷോൾ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ചെയ്യുന്നൊരു പരിപാടി, ഞാൻ തട്ടിട്ട് നോക്കും എങ്ങനെയുണ്ട്, മൊഞ്ചത്തി ആയിട്ടുണ്ടോ ഗൈസ്. ചെറുപ്പം മുതലുള്ള ഇഷ്ടമുണ്ട് തട്ടൊക്കെ ഇടാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയാണ് നമ്മുടെ അടിപൊളി മീഷോന്ന് കിട്ടിയിട്ടുള്ള ഐറ്റം.
ഇതെന്ന് പറഞ്ഞു വെച്ചാൽ 700 രൂപയാണോന്ന് അറിയില്ല. 700 രൂപയ്ക്ക് 6 കുർത്തീസ്. കറക്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ എൻ്റെ റേറ്റ് എത്രയാണെങ്കിൽ. വോയിസ് ഓവറിൽ എനിക്ക് അതൊക്കെ നോക്കി പറയാൻ എനിക്ക് മടിയാണ് ഗൈസ്. കാരണം വീഡിയോ ഒരു പ്രാവശ്യം ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ട് അങ്ങനെ. ഇത് രണ്ടാമത്തെ കുർത്തിയാണ്. അങ്ങനെ 6 കുർത്തി ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. ക്രീപ്പാണ് മെറ്റീരിയൽ വരുന്നത്, സ്ലിറ്റ് ഉള്ളതാണ്, നോർമൽ ഒരു കുർത്തിയാണ്. പക്ഷേ എനിക്ക് ഷൂട്ടിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വീണ്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് മൂന്നാമത്തെ ഒരു പിങ്ക് കളർ കുർത്തിയാണ്. ഇത് ഇപ്പോൾ ഇത്രയും ഈ ഒരു കുർത്തീസൊക്കെ ബാക്കും ഫ്രണ്ടൊക്കെ ഒരേ ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചിലതൊക്കെ ഒരേപോലത്തെ കുർത്തി പോലെ നമുക്ക് തോന്നും, പക്ഷേ മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറയുന്ന പോലെ ഡിസൈൻ ശ്രദ്ധിക്കണം. നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള കുർത്തീസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആണെങ്കിൽ നമ്മളത് സ്റ്റൈൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും. നെക്സ്റ്റ് കുർത്തി എന്ന് പറയുന്നത് അതേ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ആ നേരത്തെ പോലത്തെ ഒരു കളറും സംഭവങ്ങളൊക്കെ തന്നെ വരുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ബാക്കിൽ അത് പ്ലെയിൻ കളറാണ് വരുന്നത്, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ലൈനിങ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വൈറ്റ് കളറിലെ കുർത്തി. ഇത് നമുക്ക് ഇഷ്ടം പോലെ ലെഗിൻസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ചെറിയൊരു സ്ലിംഗ് ബാഗാണ് വാങ്ങിച്ചിരിക്കുന്നത്, കുഞ്ഞൊരു സ്ലിംഗ് ബാഗാണ്. അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. കാരണം അമ്മയ്ക്ക് മൊബൈലൊക്കെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇട്ട് പോകാം. അമ്മ കുഞ്ഞു ബാഗ് എന്തെങ്കിലും വേണമെന്നൊക്കെ പറയാറുണ്ട്. വേറെ ബാഗ്സ് ഇരിക്കുന്നുണ്ട്, പക്ഷേ ഞാനൊരു എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.